ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഫാൻറ്റസി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ അടുത്ത അമ്പലത്തിൽ ഉത്സവമാണ്, അതിൻ്റെ ഇതാണ് കേൾക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തുവാണെന്ന് കാണാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടുന്നത് ഇതുപോലെ ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ്. അപ്പം ഞാൻ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ് ഇടാം നമുക്ക് ആവശ്യത്തിന്. ഇപ്പം ഞാനിപ്പം 1.5 ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 സ്പൂണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര മതി. പിന്നെ അതിന് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ ഉപ്പാണ്. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നു. 1/2 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെയൊക്കെ പരുവത്തിന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പരുവത്തിനാണ് മാവ് കുഴച്ചെടുക്കാറുള്ളത്. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന കണക്ക് തന്നെ കുഴച്ചെടുക്കാം. നമുക്കിതൊന്ന് ഒരു 10-15 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നല്ല പോലെ ഒന്ന് കുഴച്ച് നല്ലൊരു മയപ്പെടുത്തിയിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യാനുള്ള ഫില്ലിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. നമ്മളൊരു 250 ഗ്രാം ഉരുളൻകിഴങ്ങാണ്, ചെറിയ ഉരുളൻകിഴങ്ങാണ്. ഞാൻ കുക്കറിനകത്തിട്ട് ഒരു 2 ഫിസിൽ അടുപ്പിച്ചിട്ട് അതിൻ്റെ തൊലിയെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നമ്മുടെ മിക്സിയിലിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇത് ഫൈൻ പേസ്റ്റ് ആയി പോവും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് ചവയ്ക്കാൻ കിട്ടത്തില്ല. ഇങ്ങനെ ലൂസായ കണക്കിരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെ കൈ വെച്ചോ അല്ലെങ്കിൽ ഒരു മറ്റേ ഉരുളൻകിഴങ്ങൊക്കെ ഉടച്ചെടുക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് വെച്ചോ നമുക്ക് ഉടച്ചെടുക്കാം. ഞാനിവിടെ കൈ വെച്ച് നല്ലപോലെ കുഴച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ ഒരു ചെറിയ സവോളയുടെ പകുതി ഞാൻ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു കൊടുക്കുവാണ്. അപ്പോൾ അതേ ഞാൻ സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടുന്നതെന്ന് വെച്ചാൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുവാണ്. അപ്പം നമുക്കിത് ഉരുളൻകിഴങ്ങുമായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അത് വായിലിങ്ങനെ കടിക്കാൻ കിട്ടും ഈ സവോള. അപ്പം നല്ലൊരു ഫ്ലേവറാണ്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ പച്ചമുളക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇപ്പം ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. അതേ ഒരു പച്ചമുളക് ഞാൻ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടുന്നത് കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പം ഞാൻ അതുകൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാഞ്ഞിട്ടാണ് ഞാനിപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടുന്നത് ഗരം മസാലപ്പൊടിയാണ്. അപ്പം അതുകൂടി ഞാനിതേണ്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച്, ഒത്തിരി ഒന്നുമില്ല, കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് മുളക് പൊടിയാണ്. അപ്പം മുളക് പൊടി ഇടുന്നവർ ഇട്ടിട്ട് പച്ചമുളക് വേണ്ടെന്ന് വെക്കാം. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് വേണ്ടേ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നല്ല ജീരകമാണ്. അപ്പം നല്ല ജീരകം കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ച് മാറ്റി വെക്കാം. ഹെൽത്തിയാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ പിന്നും കഴിക്കും. നമ്മൾ പൊട്ടാറ്റോ എന്നൊക്കെ വെച്ചാൽ നല്ല സാധനമാണ്. പൊടി കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇത് ഉണ്ടാക്കി കൊടുത്ത് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് കടിച്ച് തിന്നുകൊണ്ടിരുന്നോളും. ഇതൊന്ന് കുഴച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചേക്കുന്ന മാവ് എടുക്കാം. അപ്പോൾ അതേ ഞാനിതൊന്ന് കുഴച്ചിട്ട് മാറ്റി വെക്കുവാണ്. അപ്പോൾ അതേ നേരത്തെ ഞാൻ
കുഴച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാവ് ഒന്നുകൂടി ഒന്ന് കുഴച്ച് മയപ്പെടുത്തുന്നുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. അപ്പം അതേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നീളത്തിൽ കൗണ്ടർ ടോപ്പിലിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പം ചപ്പാത്തി പലകയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടിട്ട് നീളത്തിൽ പരത്തിയെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്താൽ മതി. അപ്പം ഇവിടുത്തെ എൻ്റെ ചപ്പാത്തി പലകയെന്ന് വെച്ചാൽ ചെറുതാണ്. അപ്പം അതിനകത്ത് നീളത്തിൽ കിട്ടത്തില്ല. അപ്പം ഞാൻ ടേബിളിൻ്റെ പുറത്ത് ഇച്ചിരി മാവ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. നല്ലപോലെ നീളത്തിന് കട്ടി കുറച്ച് നല്ല തിന്നായിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ. അപ്പം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. നല്ലപോലെ ഒന്ന് കട്ടി കുറഞ്ഞ് കിട്ടണം. അപ്പം നമുക്കത് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതുണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഉച്ചയ്ക്ക് ലഞ്ചിന് പകരമോ അതുമല്ലെങ്കിൽ വൈകുന്നേരം ചായക്കൊപ്പം നല്ലൊരു പലഹാരമായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി മുന്നോട്ടുള്ള വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ പരുവത്തിൽ നല്ല പോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പം നീളത്തിന് തന്നെ പരത്തി എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാലേ നമുക്കിത് നീളത്തിന് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് നേരെ നീളത്തിന് പരത്തി എടുത്തിട്ട് നമുക്ക് ഈ സൈഡൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നീളത്തിന് എടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് ലെവലായിക്കോളും. അപ്പോൾ ഞാൻ മാക്സിമം നല്ല കട്ടി കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് പരത്തി ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. നമുക്ക് ചെറിയ ഒരു പിടിയായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഈ പരുവത്തിന് റൗണ്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ അളവ് വെച്ച് നോക്കാം. എന്നിട്ട് അതിൻ്റെ അളവിന് നീളത്തിന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നീളത്തിന് കട്ട് ചെയ്ത് കൊടുക്കാം. ആ ഒരളവിൽ വെച്ചിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതേ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡിലത്തെ ഷേപ്പ് അല്ലാതിരിക്കുന്നതിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതേ സൈഡിൽ ഞാനത് കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഷേപ്പിന് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും വേണ്ട, നമുക്ക് ഇതിൻ്റെ പകുതി മതി. അപ്പോൾ ഞാനിതിൻ്റെ പകുതിയായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമുക്കിതെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം വരച്ചിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് കാണാം. ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്ന വെളിച്ചെണ്ണയോ ഓയിലോ നെയ്യോ ബട്ടറോ എന്തെങ്കിലും നമുക്ക് ഇതിനകത്തോട്ട് തേച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ല ഓയിൽ തേക്കുന്നവർക്ക് ഓയിൽ തേക്കാം, നെയ്യ് തേക്കുന്നവർക്ക് നെയ്യ് തേക്കാം. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. നമ്മൾ ടൈറ്റായിട്ട് വേണം ചുരുട്ടിയെടുക്കാൻ. നമുക്കത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. അപ്പം നമ്മുടെ സ്നാക്സ് സൈഡിലോട്ടൊക്കെ ഇരിക്കുന്ന സെൻറ്ററിലോട്ടാക്കി ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് എല്ലാം ഇതുപോലെ റോളുകളാക്കി ചുരുട്ടിയെടുക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് സൈഡൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. കാരണം എണ്ണയിലിടുമ്പോഴത്തേക്ക് അത് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും കവർ ചെയ്ത് വേണം വെക്കാൻ. അപ്പം നമുക്കിതെല്ലാം ചുരുട്ടിയെടുക്കാം. അപ്പം എനിക്കിവിടെ 6 റോൾസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ 6 റോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനൊരു ഇരുമ്പ് ചട്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ മതി. അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടായി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം. സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ഇത് ഓരോന്നായിട്ട് എണ്ണയിലോട്ട് പെറുക്കിയിട്ട് പൊരിച്ചെടുക്കാം. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. നല്ലപോലെ ചൂടായി വരുന്നുണ്ട്. ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം 2 എണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ പകുതി ഗോതമ്പ് പൊടിയും പകുതി മൈദയായിട്ട് എടുക്കാം. അപ്പം ഞാനിവിടെ മൈദയാണ് എടുത്തിരിക്കുന്നത്.
നമ്മുടെ നല്ലപോലെ മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ വെന്തുകൊണ്ടിരിക്കുവാണ്. അപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. അപ്പം അതേ നല്ല പോലെ മൂത്ത് വരുന്ന നമ്മുടെ പപ്സിൻ്റെയൊക്കെ പുറം ഇങ്ങനെ പൊള്ളിയിരിക്കത്തില്ല, അതുപോലെ ആവും. ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീറ്റ് റോളൊക്കെ ഇരിക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് ഇതെല്ലാം കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിട്ട പേരാണ് കേട്ടോ പൊട്ടാറ്റോ പപ്സ് എന്ന്. അപ്പം നല്ല ഹെൽത്തിയും നല്ല മണവും ഗുണവും ഒക്കെ ഉള്ള നല്ല അടിപൊളി പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ മീറ്റ് റോളിൻ്റെ ഉള്ളൊക്കെ ഇരിക്കത്തില്ല, അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. പുറത്താണെങ്കിൽ പപ്സിൻ്റെ ഒരു പോലെ ഇങ്ങനെ മൊരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിത് ഇക്കാവ് കൊടുത്ത് നോക്കുവാണ് എങ്ങനെ ഉണ്ട് ടേസ്റ്റ് എന്നൊക്കെ. ഇക്ക കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടാകും. ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് പപ്സ്. കഴിച്ചു നോക്ക് എങ്ങനെയുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും 3 നേരവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം കുഞ്ഞുങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പൊട്ടാറ്റോ പപ്സാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്. അപ്പം നെക്സ്റ്റ് നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ ബായ്.